അങ്ങനെ കോളേജും കഴിഞ്ഞ് കുറേ സ്റ്റോളിലും വായി നോക്കി മിലാനോ ഐസ്ക്രീംസും ഫ്രോസൺ ബോട്ടിലും എല്ലാം ഉള്ള ലോകത്തിലെ എല്ലാ അടിപൊളി സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നോക്കി അതിൻ്റെ ഉമ്മിനീര് ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് ചോറാണ് കഴിച്ചത്. എനിക്ക് PG പോയിട്ട് പരിപ്പ് കഴിക്കാൻ ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു, എന്താ പറയുക, ഒരു വിഷമമായതുകൊണ്ട് തന്നെ ഞാൻ കോളേജിൽ നിന്ന് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ്. അല്ല, ലഞ്ച്. രാവിലത്തെ പോലെ ഇന്നും കറണ്ടില്ല ഗൈസ്. അപ്പം ലിഫ്റ്റില്ല. നമ്മൾ എത്ര ഫ്ലോറാണെന്നറിയാം? ഒരു 5 ഫ്ലോർ കയറാനുണ്ട്. അത് കുത്തനെയുള്ള സ്റ്റെപ്സ്. കാരണം അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ആൻഡ് ഓൾസോ ഞാൻ ഇന്ന് കോളേജിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇവിടെ പരിപ്പ് മാത്രമേ ഉണ്ടാകും. അപ്പോൾ എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ കോളേജിൽ നിന്ന് കഴിച്ചത്. നല്ല ചോറും കറികളൊക്കെ കഴിച്ചു. അപ്പോൾ കോളേജിലാണെങ്കിൽ നെറ്റ്വർക്ക് സാധനമില്ല. നെറ്റ്വർക്ക് ഇല്ല. അപ്പം ഞാനാണെങ്കിൽ QR കോഡ് എടുത്തുകൊണ്ട് ഓട്ടി നടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് അറിയാവുന്ന ആരെങ്കിലും കാണാൻ നോക്കാമല്ലോ. അപ്പോഴത്തേക്ക് ലക്ഷ്മി വന്ന് ലക്ഷ്മിയുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫുഡ് കഴിച്ചത്. അതിന് ശേഷം ഈ ഒരു പോസ്റ്റർ അഞ്ജനേൻ്റെ, അവൾ ടൈലർ സ്വിഫ്റ്റ് ഫാനാണ്, ഭയങ്കര സ്വിഫ്റ്റി. അപ്പം അവളിത് വാങ്ങി ഞങ്ങൾ ആ ഫോട്ടോയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോട്ടോയും എടുത്ത് ഇപ്പം അമ്മച്ചി. അപ്പം ഇനി എന്താണ്, ഇനി നമ്മുടെ ജിമ്മാണ് ബാക്കിയുള്ളത്. പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ജിമ്മിൽ പോകാം. അങ്ങനെ നമ്മൾ തിരിച്ച് കോളേജിൽ നിന്ന് എത്തി. ഞാനിപ്പോൾ അതെ ടോപ്പൊക്കെ എടുത്ത് മാറ്റി പൊട്ട് കളഞ്ഞേക്കാം. പൊട്ട് കളച്ച് ഇവിടെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാം. ഓക്കെ, ഒട്ടിച്ച് വെച്ച് ഇനി ജിമ്മിൽ പോകണം. കുറച്ചായിട്ട് ഇപ്പോൾ സമയം ഒരു 1:30 കഴിഞ്ഞു. നമുക്കൊരു 2:15-2:30 ആകുമ്പോൾ ജിമ്മിൽ പോകാം. കാരണം ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ജിമ്മിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സമാധാനകരമായി ജിമ്മിൽ പോയിട്ട് സമാധാനകരമായിട്ട് തിരിച്ചു വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഉച്ച സമയം അല്ലെങ്കിൽ വൈകുന്നേരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5 മണി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ പോകാറില്ല അല്ലെങ്കിലും പൊതുവെ. അപ്പോൾ ഇനി ഇവിടെ കറണ്ട് ഇല്ലാത്ത കാരണം ഒറ്റയ്ക്ക് ഫോൺ, ഞാൻ ഭാഗ്യത്തിന് ഞാൻ കോളേജിൽ നിന്ന് ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഇപ്പം 3G ആയിട്ടിരിക്കായിരുന്നു, ഉറപ്പായിട്ട് 3G ആയിട്ടിരിക്കായിരുന്നു. അപ്പോൾ നമുക്ക് പോകാം ഗൈസ്. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഞാൻ ഒന്നൊരു നാപ്പൊക്കെ എടുക്കട്ടെ. നാപ്പൊക്കെ എടുത്ത് വന്ന് ജിമ്മിൽ പോണ സമയത്ത് അപ്പോൾ നമുക്കിനി കാണാം. ടീക്കേ. ഇപ്പം എല്ലാ ദിവസവും രാവിലെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ നേരെ ജിമ്മിൽ പോയിട്ട് കാർഡിയോ കുറച്ച് ചെയ്തിട്ട് വെയിറ്റ് ട്രെയിനിങ് ആണ് മെയിനായിട്ടും ചെയ്യാൻ നോക്കുന്നത്. കാരണം രാവിലെ ഫുൾ കാർഡിയോ ആണ് ഗൈസ് ചെയ്യുന്നത്. അവിടുന്ന് വാമപ്പും റൺസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഒരു അവസ്ഥയാവും. അപ്പോൾ ഇന്ന് ഞാൻ കുറേ അളിച്ച് വേണോ ജിമ്മിൽ പോകണം, ഇച്ചിരി മടിയൊക്കെ കയറി വന്നു. പക്ഷേ ഐ വാസ് ലൈക്ക് നോ, നമ്മൾ ഷോപ്പെങ്കിലും ചെയ്യണം, നമുക്കൊന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വരാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ 1 മണിക്കൂർ തന്നെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നതായിട്ട് തിരിച്ച് അവിടുന്ന് പിന്നെ ഇറങ്ങി. പിന്നെ ഉള്ളതാ കഥേതാ. അങ്ങനെ നമ്മൾ ജിമ്മ് കഴിഞ്ഞിറങ്ങി. ഇപ്പം ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പൂച്ചക്കുട്ടികളുണ്ട് കുറച്ച്. അപ്പോൾ ഞാൻ ആ പൂച്ചക്കുട്ടികളൊന്ന് കണ്ടിട്ട് ഒന്ന് കുക്കടൊന്ന് വെച്ചിട്ട് വരാമെന്ന് ഓർത്തിട്ട് ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പം ജിമ്മ് കഴിഞ്ഞു. ഉറക്കം എണീ സമയത്ത് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ഗൈസ്. കാരണം ഞാൻ ഉറക്കത്തിലായിരുന്നു. ഇങ്ങനെ ഉറക്കത്തിൽ എണീറ്റ് അങ്ങ് വരുമായിരുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞിറങ്ങി. ഇപ്പം 4 മണിയായ സമയം. ഇനി നമ്മൾ പൂച്ചക്കുട്ടികളെ കാണാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോയിട്ട് വൈകുന്നേരത്തെ സ്നാക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡെസർട്ടേഷൻ പരിപാടികൾ തുടങ്ങണം. അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് ബൈ ടാറ്റ പറയും. ഓക്കെ, ഹലോ. ഓക്കെ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ ജിമ്മെല്ലാം കഴിഞ്ഞ് എത്തിയിരിക്കുന്നു. നമ്മൾ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, എന്തുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? പറ കേക്കട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം? നീ ഇയർഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്, വല്ലതും കേൾക്കുണ്ടോ എന്ന് ആർക്കറിയാം. എന്തൊക്കെയുണ്ട് വിശേഷം? മുഖം കാണിക്കേ. ഉറങ്ങിയിട്ട് ഇവളിപ്പോഴാണ് എണീക്കുന്നത് ഗൈസ്. കാരണം ഇവളുടെ ജോലി രാത്രി ആയതുകൊണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ എണീക്കുമ്പോൾ നമ്മൾ ഉറങ്ങും. അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നൊരു പ്രത്യേക തരം ജീവിയാണ്. നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ആൾക്കാരുടെ അവസ്ഥ നമുക്കറിയാലോ. ഇതാ, അപ്പം നമുക്ക് കുറച്ച് സമാധാനം കൊടുക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വിളിക്കാം. ഓക്കെ. ഇവളുടെ ആണെങ്കിൽ ചുണ്ടിൻ്റെ നേരെ മുകളിലായിട്ടൊരു ചക്കക്കുരു വന്നിരിപ്പുണ്ട്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കളിക്കുന്നത്. നമുക്കാണെങ്കിൽ വേണ്ട, എന്നെ ഇങ്ങനെ മുഖത്ത് കുരുവായിട്ട് കാണാന്ന് ഓർത്തിട്ടാണ് അവൾ കാണിക്കാത്തത്. കാരണം വലിയൊരു കുരുവാണ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് കഴിച്ച് ഇങ്ങനെ വഴി പോകുമ്പോൾ അപ്പോൾ നമ്മളിവിടുന്ന് ഒരു വാട്ടർമെലൺ സ്പെഷ്യലുള്ള ഒരു ചായയൊക്കെ കുടിച്ചു. നമുക്ക് രണ്ടർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സ്ഥലമുണ്ട്. ഹോർലിക്സ് കിട്ടും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഹോട്ട് ഹോർലിക്സ്, കോൾഡ് ഹോർലിക്സ് അല്ല. നമ്മുടെ ചായ പോലെ തന്നെ ഇവിടെ സൈക്കാന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ടേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ അവിടെ പോയിട്ടാണ് മേടിക്കുക. അവിടെ എല്ലാ സാധനവും കാണും. ഒരു ബേക്കറി പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ചായ, ജ്യൂസ്, അല്ലാണ്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ ഒരു ചെറിയൊരു ഹോർലിക്സ് മേടിച്ചിട്ട് ഷെയർ ചെയ്യാൻ ഓർത്തിട്ട് അങ്ങോട്ട് പോകാൻ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ
നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഡെസർട്ടേഷൻ്റെ പണിയുണ്ട്, അപ്പോൾ ആ ദിവസം കഴിയും. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ നാച്ചിക്കയുടെ സൈക്ക എന്ന് പറയുന്നത്. കാരണം ഇവിടെയാണ് നമ്മൾ എല്ലാ സമയത്തും വന്ന് ഇക്കയോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് പോവാറ്. നമ്മുടെ ഹോർലിക്സും കിട്ടി, ആ പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ എല്ലാ ദിവസത്തെയും മിക്ക ദിവസത്തെ വൈകുന്നേരത്തെ പരിപാടിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചില സമയത്ത് ചില സമയത്ത് 5:30 ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഹോർലിക്സ് കുടിക്കാനായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാഡത്തിന് ജോലിക്ക് പോകണം അവിടെ തന്നെ. പക്ഷെ ഇന്ന് വർക്ക് ഫ്രം ഹോം അല്ലേ, അപ്പോൾ ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം റൂമിലിരുന്ന് അലമ്പാക്കുക, അതാണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഹോർലിക്സ് പോവാം. ഇത് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യാൻ പോണപ്പോൾ ചിയേഴ്സ്. അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു, തിരിച്ചെത്തി. എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി ഡെസർട്ടേഷൻ്റെ പരിപാടി ചെയ്യാൻ പോകണം. അപ്പം സീ ഒന്ന് നെക്സ്റ്റ് വീഡിയോ. ഞാൻ ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും. ഒരു ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഒന്നും എനിക്കറിയാം. സോറി കേസ്, ഐ എം ദ സോറി അറിയാം. അപ്പോൾ എന്തായാലും ഇനി ഉടനെ വീഡിയോ ഇടണം. പിന്നെ ആണെങ്കിൽ എന്താ, കോളേജിലേക്ക് ആയിട്ട് പോകുന്നു, കോളേജിൽ പോകുന്നു വരുന്നു, ഇങ്ങനെ ഓരോ പരിപാടിയായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാണ്. എല്ലാം സെറ്റാക്കാം. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ബൈ.